ദേശീയപാത നിർമ്മാണ നിരോധനത്തിൽ പരിഹാരമാകാത്തതിനെ തുടർന്ന് എൻഎച്ച് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വീണ്ടും ജനകീയ സമരം ആരംഭിക്കുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14.5 കിലോമീറ്റർ നിർമ്മാണം സ്തംഭിച്ചിട്ട് 6 മാസം പിന്നിട്ടു. ഉപരോധ സമരം ഉൾപ്പെടെ നിരന്തര സമരത്തിലേക്ക് കടക്കുന്നതിനാണ് സംരക്ഷണ സമിതി തീരുമാനിച്ചിട്ടുള്ളതെന്ന് എൻഎച്ച് സംരക്ഷണ സമിതി നേതാക്കൾ വ്യക്തമാക്കി. ഈ ഭാഗം വനമാണെന്ന് സർക്കാർ തെറ്റായ സത്യവാങ്മൂലം നൽകിയതിന്റെ ഫലമായി 2025 ജൂലൈ 11-നാണ് ഹൈക്കോടതി റോഡ് നിർമ്മാണം തടഞ്ഞത്. ജൂലൈ 31-ന് ആയിരങ്ങൾ പങ്കെടുത്ത ജനകീയ പ്രക്ഷോഭത്തിന് ശേഷമാണ് പൊതുമരാമത്തിന്റെ കൈവശമുള്ള റവന്യൂ ഭൂമിയാണിതെന്ന സത്യവാങ്മൂലം തിരുത്തി നൽകാൻ അഡ്വക്കേറ്റ് ജനറൽ മുഖേന സർക്കാർ തയ്യാറായത്. ഒക്ടോബർ 24-ന് റോഡ് നിർമ്മാണം തുടരുന്നതിനാവശ്യമായ ഉത്തരവ് കൊടുക്കുന്നതിന് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ഹൈക്കോടതി ഉത്തരവായി. എല്ലാ സർക്കാർ രേഖകളും കൈവശമുണ്ടായിട്ടും അതനുസരിച്ചുള്ള സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടും നിരുത്തരവാദപരമായ സർക്കാർ സമീപനം മൂലം വീണ്ടും 3 മാസം കൂടി പിന്നിടുകയാണ്. ഇതിനിടയിൽ തഹസിൽദാർമാർ ഉൾപ്പെടെയുള്ള 3 പേരടങ്ങുന്ന സംഘം രേഖകളെല്ലാം പരിശോധിച്ചു. തുടർന്ന് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകുകയും റിപ്പോർട്ട് പരിശോധിച്ച് റവന്യൂ സെക്രട്ടറിക്ക് കൈമാറുകയും ചെയ്തിരുന്നു. റവന്യൂ സെക്രട്ടറിയുടെ പരിശോധനയ്ക്ക് ശേഷം ചീഫ് സെക്രട്ടറിക്ക് നൽകിയ ഈ റിപ്പോർട്ട് കുറിപ്പെഴുതി മടക്കുകയാണ് ചീഫ് സെക്രട്ടറി ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 8-ന് ദേശീയപാത സംരക്ഷണ സമിതിയുടെ വിപുലമായ യോഗത്തിൽ 10 ദിവസത്തിനകം തീരുമാനമുണ്ടാക്കാമെന്ന ഉറപ്പ് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം നടന്ന കൺവെൻഷനിൽ 10 ദിവസത്തിനകം മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കണ്ട് നിർമ്മാണം തുടരുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് എ. രാജ MLA-യും അറിയിച്ചിരുന്നു. എന്നാൽ ഇതിനും നടപടിയുണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് സമരമല്ലാതെ മറ്റു മാർഗമില്ലെന്ന നിലയിലേക്ക് സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നതെന്ന് സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ദേശീയപാത സംരക്ഷണ സമിതിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നാണ് പുതിയ തീരുമാനമെടുത്തിട്ടുള്ളത്. 28-ന് ദേവികുളം, ഇടുക്കി താലൂക്കുകളിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെയും യോഗം ആനച്ചാലിൽ കൂടുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ 25-ന് മുഖ്യമന്ത്രിയും അഡ്വക്കേറ്റ് ജനറലുമായി നേരിട്ട് കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുന്നതായും നേതാക്കൾ പറഞ്ഞു. കേരള സർക്കാരിന് എല്ലാ അധികാരാവകാശങ്ങളും കോടതി തീർപ്പ് കൽപ്പിക്കുന്നതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 3 മാസം പിന്നിടുമ്പോഴും അത് എവിടെയും എത്തിയിട്ടില്ല എന്നുള്ള ഒരു പ്രതിസന്ധിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 8-ാം തീയതി നടന്ന ഹൈവേ സംരക്ഷണ സമിതി യോഗത്തിൽ MLA അടക്കം ഭരണകക്ഷി നേതാക്കൾ 10 ദിവസത്തിനകം പരിഹരിക്കാമെന്ന ഗ്യാരണ്ടിയും അവസാനിച്ചിരിക്കുകയാണ്. എങ്കിൽ പോലും അവർ അവരുടെ ശ്രമങ്ങൾ തുടരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് വലിയ ആശങ്ക, ഈ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കോൺട്രാക്ട് കമ്പനിയുടെ കാലാവധികൾ അവസാനിക്കാൻ മാസങ്ങൾ മാത്രം നിൽക്കെ ഇത് ഇനിയും അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോയാൽ ഇത് എന്നേക്കുമായി ആ റോഡ് വികസനം തടയപ്പെടും എന്ന ഗൗരവപൂർവമായ വിഷയം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് 28-ന് ആനച്ചാലിൽ വെച്ച് ജനപ്രതിനിധികളുടെ അടക്കമുള്ള യോഗം നടത്താനും വലിയൊരു സമര പരിപാടി, ഹൈവേ ഉപരോധം, നേര്യമംഗലം പാലം ഉപരോധം അടക്കമുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് സമരവുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ളത്. അതിൽ പരമപ്രധാനമായി നടത്തേണ്ട സമരങ്ങൾ തീരുമാനിക്കുന്ന ഒരു യോഗമായിരിക്കും 28-ാം തീയതിയേത്. തീർച്ചയായിട്ടും അതിൽ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ എല്ലാവരും പങ്കെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഇക്കാര്യത്തിൽ കോടതിയിൽ കൊടുത്തിരിക്കുന്ന അവരുടെ അഫിഡവിറ്റിൽ അവർക്ക് യാതൊരു തടസ്സങ്ങളും ഇല്ല എന്ന് അസന്നിഗ്ധമായി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരള സർക്കാരിനെ പൂർണ്ണമായും ചുമതലപ്പെടുത്തിക്കൊണ്ട് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി വിദേശത്തായതിനാൽ തിരിച്ചെത്തുന്നതുവരെ കാത്തിരിക്കാനുള്ള ഭരണകക്ഷി നേതാക്കളുടെ അഭ്യർത്ഥന കൂടി മാനിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഉപരോധ സമരം ഉൾപ്പെടെ നിരന്തര സമരത്തിലേക്ക് കടക്കുന്നതിനാണ് സംരക്ഷണ സമിതി തീരുമാനിച്ചിട്ടുള്ളതെന്ന് ചെയർമാൻ PM ബേബി, ജനറൽ കൺവീനർ റസാഖ് ചൂരവേലി, ഭാരവാഹികളായ KK രാജൻ, ഡയസ് പുല്ലൻ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടിമാലി.